ഇപ്പഴും ഈ മോന് നീച്ചിട്ടില്ലേ? കുറെ നേരമായല്ലേ കടക്കലെടുത്തിട്ട്. എന്താ മോനെ നീക്കാത്തത്? ഇതിനിപ്പോ എന്തോ ഒരു വഴിയുള്ളത്. എത്ര പേരുണ്ടായിരിക്കും അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ എപ്പോഴും ഹാപ്പിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും ആ ചിരിക്കുന്ന വ്യക്തിയോട് എന്തെങ്കിലും ചോദിക്കും. എന്റെ കുട്ടിനോണ്ട് ഇവിടെ ഒന്ന് പോയാലോ? മോനെ എണീക്ക്, നമുക്കൊരു സ്ഥലം വരെ പോവാം. ആ ഒരു വ്യക്തിയോട് എവിടെ വരുന്നേ? കോട്ടയ്ക്കല്ലേ? ആരെ മോനാണത്? ആർക്കാണ് കൗൺസിലിംഗ് നോക്കുന്നത്? മോനാണോ? ഓക്കെ. എന്ത് പറ്റി? മോനെന്താ ആരോടും മിണ്ടില്ല, ഭക്ഷണം കഴിക്കില്ല, ഫോണിലൊന്നും കളിക്കില്ല, പുറത്തിറങ്ങാറില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കണം. ഞങ്ങൾ ഗൂഗിളിൽ ഇതില് നോക്കിയിട്ട് രണ്ടു ഡോക്ടർമാരെ കാട്ടി, ഒന്നും ഒരു ഇതും മാറ്റില്ല. അപ്പോഴാണ് നിങ്ങളെ കണ്ടെത്തിയപ്പോ ഞങ്ങളുടെ പോകുന്നതാ. സംസാരിക്കട്ടെ. ഓക്കെ ഓക്കെ. എന്താ പേരെന്താണ്? ഷാനു. ഷാനു എന്ത് പറ്റി? അറിയില്ല. എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ? എന്താ ഒന്നും തോന്നുന്നുണ്ടോ? ഓക്കെ ഓക്കെ. നല്ല അഫയർ ഉണ്ടല്ലേ? ഈ അഫയർ എന്താ സ്റ്റാർട്ട് ചെയ്തത്? 4 വർഷം. എന്നിട്ട് എന്താ ഉണ്ടായത്? അവളാ നോക്കി പോയി അല്ലേ? കല്യാണം കഴിയും. നമുക്ക് എന്നാല് CBയിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ CBയുടെ ഞാൻ കാണിച്ച ഷീറ്റ് ഞാന്. ഓക്കെ. ഈ ഷീറ്റ് തന്നെ നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയാം. നമ്മൾ തോട്ട് ഇപ്പൊ ആക്ച്വൽ തോട്ട്സ് നടക്കുന്നുണ്ടല്ലേ, അത് നമുക്ക് തോട്ട് പ്രോസസ് എന്ന് പറയാം. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഇപ്പോഴുള്ള തോട്ടിൽ നിന്ന് നമ്മൾ ആൾട്ടർനേറ്റ് തോട്ട്സിലേക്ക് പോകാം. അപ്പൊ അതിന്റെ ഷീറ്റാണ്. ഓക്കെ. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ജസ്റ്റ് മൈൻഡ് കൂളാക്കാൻ വേണ്ടിട്ടെ ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടാവും. ഓക്കെ. അപ്പൊ നാങ്ങോണ്ടിരിക്കാം കേട്ടോ. നല്ല മാറ്റമുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരോടും മുണ്ടുണ്ട്, നല്ല പിന്നെ പുറത്തു പോകുന്നുണ്ട്, നല്ല എല്ലാരും ഉഷാറായി ഹൈറായിക്കണം. നല്ല അസുഖം ഇപ്പൊ മാറി, ഇപ്പൊ നല്ല മാറ്റമുണ്ട്.